ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശമാവോ ഇഡ്ഡലിമാവോ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ദോശമാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ദോശമാവ് എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത ദോശമാവായിരിക്കണം എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ദോശമാവാണെങ്കിൽ പുറത്തിറക്കി വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് വേണം ഇതിനായിട്ട് എടുക്കേണ്ടത്. ദോശമാവിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ നമ്മളുടെ പഞ്ചസാര നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലായാലും ഇതിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പൊടിച്ചെടുത്ത പഞ്ചസാരയും ഓയിലും കൂടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ദോശമാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന ദോശമാവ് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദമാവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ദോശമാവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ദോശമാവിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഈ 2 ബൂസ്റ്റിൻ്റെ പാക്കറ്റും ഈ ഒരു മാവിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. ബൂസ്റ്റിൻ്റെ പാക്കറ്റിന് പകരം കോഫി പൗഡറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ആണെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബൂസ്റ്റിൽ തരിതരി പോലത്തെ പൊടികൾ ഉണ്ടാവും, അത് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു മിക്സ് ചെയ്തതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ചീനച്ചട്ടിയിലാണ്. ചീനച്ചട്ടി ഇല്ലെങ്കിൽ കുക്കറിലോ ചായപാത്രത്തിലോ പാനിലോ ആണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്ത ആൾക്കാർ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദമാവ് ഇട്ടിട്ട് ആ ഒരു പൊടി ഒന്ന് തട്ടിക്കൊടുത്താലും മതിയാകും. ഇപ്പോൾ ആ ചീനച്ചട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് ലേശം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങണേക്ക് മുമ്പ് മാത്രം ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചീനച്ചട്ടിയിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ദോശമാവ് ലൂസാണെങ്കിൽ കുറച്ച് മൈദമാവ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യണ പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ നേരത്തെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കണം. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. 40 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നും കൂടി നോക്കിയേക്കണത്. ദോശമാവ് വെച്ചിട്ട് ഒരു കേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ മൂടി വെച്ചിരുന്ന വെച്ചാൽ ആ ഒരു പാത്രത്തിൽ വെള്ളമയം ഉണ്ടായിരുന്നു. അത് മൂടിയപ്പോൾ അതിന് മുകളിലേക്ക് വീണിട്ടാണ് ഈ ഒരു വെളുത്ത പാട് പോലെ കാണുന്നത്. അപ്പം വെള്ളമയം ഇല്ലാത്ത മൂടിയൊക്കെ വെച്ചിട്ട് മൂടാൻ ശ്രമിക്കുക. ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കിയപ്പോഴേക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് ഞാൻ നിങ്ങളെ മുറിച്ചും കൂടി കാണിച്ചു തരാം. ദോശമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.